ഹായ് ഹലോ ബീച്ചസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ തറവാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ചേട്ടൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നത്. പണി അവിടെ അടുത്തായിരുന്നു, അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ വന്നിട്ടാണ് ഭക്ഷണം കഴിച്ചത് കേട്ടോ. അപ്പോൾ ഭക്ഷണം കഴിച്ച് പോയപ്പോൾ ഞങ്ങളും കൂടെ പോയി തറവാട്ടിലേക്ക്. ഇനി ബസ് കയറി പോകണ്ടല്ലോ വിചാരിച്ചിട്ട് ഏട്ടൻ്റെ കൂടെ തന്നെ പോയത് കേട്ടോ. ഏട്ടൻ ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടെ ഇറക്കിയിട്ടിട്ട് ഏട്ടൻ നേരെ പണിക്കും പോയി. ഞങ്ങൾ ഇവിടുന്ന് നടന്ന് തറവാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ മഴ പെയ്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പം നല്ല ചളിയുള്ള സ്ഥലമാണ്. അപ്പോൾ ആദ്യം ഞാൻ അങ്ങോട്ട് കയറ്റി വിട്ടിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. ഇനി കാണുന്ന ഈ സ്ഥലമാണ് കേട്ടോ പുതിയ സ്ഥലം വാങ്ങിയത്. തറവാട് വീട് വെക്കാൻ തറപ്പണി കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ കല്ലും അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടുമല്ലേ അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കാത്തു നിൽക്കുകയാണ് കേട്ടോ വീട് വെക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് അവിടെ നിന്ന് കിട്ടിയാൽ കുറച്ച് ഉപകാരമായില്ലേ, നമുക്ക് ബാക്കിയില്ല നോക്കിയാൽ പോരെ എന്ന് വിചാരിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ തറപ്പണിയൊക്കെ അച്ഛന് ഇല്ല സമയത്ത് തന്നെ തറപ്പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി പോരുന്നത് നേരെ പോകുന്ന പാടത്തേക്കാണ് കേട്ടോ. അത്യാവശ്യം കുറച്ച് ദൂരമുണ്ട് നടക്കാൻ. മഴ പെയ്തുകൊണ്ട് ഭയങ്കര ചപ്പിടിയും ഒക്കെയാണ്. അപ്പോൾ ആദ്യക്കുട്ടന് നടക്കുക തന്നെ വേണം, അവനെ എടുക്കാൻ അയക്കുന്നില്ല. അപ്പോൾ ആദ്യക്കൂടെ നടന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ രണ്ട് സൈഡിലും കഴുങ്ങും വാഴയുണ്ട്. കാണുന്ന വാഴ അമ്മേൻ്റെ വാഴയാണ് കേട്ടോ, അമ്മ വെച്ച വാഴയാണ്. അമ്മ ഒരുപാട് കൃഷി ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. എല്ലാതും കൃഷി ചെയ്യും. അമ്മയ്ക്ക് അടങ്ങി നിൽക്കാൻ അറിയില്ല എന്ന് പറയല്ലേ, അങ്ങനെ ഒരു അവസ്ഥയാണ്. അമ്മ ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ പണിയായിട്ട് അങ്ങനെ നടക്കും. അപ്പോൾ അമ്മ വെച്ച വാഴയാണ് കേട്ടോ. ഈ വാഴയിലൊക്കെ ഈ കഴിഞ്ഞ 2 ആഴ്ച മുന്നേ നല്ല മഴ പെയ്തിട്ടില്ലെന്ന്, ആ സമയത്ത് ഫുള്ള് വെള്ളമായിരുന്നു. ഈ പാടം ഇനി കാണുന്ന തോടും ഒക്കെ ഒന്നായിട്ട് പോവുമായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഒരു തോട് കാണാം, ആ തോടും ഈ പാടമൊക്കെ ഒന്നായിട്ട് പോവുമായിരുന്നു കേട്ടോ. ഈ കാണുന്ന ഈ തോടൊക്കെ നിറഞ്ഞു പോവുമായിരുന്നു ആ മഴ സമയത്ത് കേട്ടോ. ഈ തോട്ടിലൊക്കെയാണ് ഞങ്ങൾ ഈ തറവാട്ടിലായപ്പോൾ തിരുമ്പാനും കുളിക്കാനൊക്കെ വന്നിരുന്ന സ്ഥലം. ഇപ്പം അധികം ആളുകളൊന്നും അങ്ങനെ കുളിക്കാറ്, ഇപ്പം എല്ലാവരും അവനവൻ്റെ വീട്ടിൽ നിന്ന് കുളിക്കുന്നൊരു അവസ്ഥയാണ്. അപ്പോൾ ആരും അങ്ങനെ തോട്ടിലേക്കൊന്നും വരാറില്ല. പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ കഴുകാനുണ്ടെങ്കിലൊക്കെയാണ് തോട്ടിക്ക് വരുന്നത് കേട്ടോ. ഈ ഒരു സൈഡിലൂടെയൊക്കെ വെള്ളം കയറി നിരന്ന് പോയ അടയാളങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല പോലെ വെള്ളം വന്നിരുന്ന ആ സമയത്തൊക്കെ നമ്മളെ ഇനി കാണുന്ന ഈ വഴിയിൽ വരെ വെള്ളം വന്നിരുന്നു നല്ല മഴയുള്ള സമയത്ത്. ഇതാണ് കേട്ടോ നമ്മളെ തറവാട്ടിലേക്ക് കയറി പോണ വഴി. 2 സൈഡിലും ചെമ്പരത്തിയൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല അടിപൊളി ഒരു വഴി തന്നെയാണ് കേട്ടോ നമ്മൾ തറവാട്ടിലേക്ക് പോണ വഴി. കുറച്ച് കുന്നിലാണ് വീട് എന്നുണ്ടെങ്കിലും പിന്നെ താമസിക്കാൻ പറ്റിയൊരു അന്തരീക്ഷമുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. കുറച്ച് കുന്നാണെന്നുള്ളൊരു പ്രശ്നമേ നമുക്കുള്ളൂ ഇവിടെ ഉള്ളത് കേട്ടോ. താമസിക്കാനുള്ള അടിപൊളി പ്ലേസാണ് കേട്ടോ. നല്ല ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടെ എത്തിയപ്പോഴേക്ക് അപ്പൂസിന് ആദ്യക്കുട്ടന് ആവേശം കൂടി വീട്ടിൽ കയറി പോവാൻ. അവിടെ ചേച്ചീൻ്റെ കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ കാണാനുള്ള ആവേശത്തിൽ ഓടി പോവാണ് കേട്ടോ. ആദ്യനെ എവിടുന്ന് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ആദ്യം കേൾക്കുന്നില്ല, അവനെ ഒറ്റയ്ക്ക് നടന്നു പോകണം. അങ്ങനെ ഞങ്ങൾ നടന്ന് തറവാട്ടിലെത്തിട്ടോ. തറവാട്ടിലെത്തിയപ്പോൾ അവിടെ ഇളയച്ചൻ്റെ കുട്ടികൾ 2 ഉണ്ടായിരുന്നു, നാത്തൂൻ്റെ കുട്ടീണ്ടായിരുന്നു. അപ്പോൾ അവരെ കണ്ടപ്പോൾ തന്നെ അവർ വേഗം കളിക്കാനില്ല ഒരുക്കത്തിലായിട്ടോ. പിന്നെ അവിടെ ചെന്ന് കുറച്ച് സമയം കഴിഞ്ഞ് പിന്നെ കുട്ടികൾക്കൊക്കെ ചോറൊക്കെ കൊടുത്ത് അവരെല്ലാവരും സിറ്റൗട്ടിൽ വന്നാണ് ചോറ് ഇരുന്ന് കഴിക്കുന്നത് കേട്ടോ. കുട്ടികൾ ഭക്ഷണം കഴിച്ചതിൻ്റെ ശേഷം എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ ചിക്കനില്ല പരിപാടികൾ നോക്കിയിട്ടോ. ഉള്ളിയൊക്കെ അരിഞ്ഞ് ഉള്ളി വാട്ടി ഞങ്ങൾ ചിക്കൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കൻ അങ്ങനെ അടുപ്പത്ത് കിടന്ന് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഞങ്ങൾ ചിക്കനും അതുപോലെ നെയ്യപ്പമാണ് കേട്ടോ കോമ്പിനേഷന്. അപ്പോൾ അടിപൊളി കോമ്പിനേഷനാണ്. ട്രൈ ചെയ്യാത്തവരൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ കർക്കിടകവാവിന് പ്രത്യേകിച്ച് ഞങ്ങളൊരു സ്പെഷ്യൽ എന്ന് പറയുന്നത് നെയ്യപ്പും അതുപോലെ ചിക്കൻ കറിയാണ് കേട്ടോ. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നെയ്യപ്പം ഉണ്ടാക്കലാണ് കേട്ടോ. അതിനാണ് ഈ അരി കഴുകിക്കൊണ്ടിരിക്കുന്നത്. അരി അമ്മ രാവിലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ശർക്കര ഞാൻ ഉരുക്കാനും വെച്ചിട്ടുണ്ട്. അപ്പോൾ ശർക്കര വെള്ളത്തിലാണ് ഈ അരി ചെറു ചൂടോട് കൂടിയാണ് അരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ക്യാമറ ഞാൻ കുട്ടികളുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അവരെല്ലാവരും കൂടെ ഒന്നിച്ച് കളിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും അടി ഉണ്ടാവുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ക്യാമറ ഇടയ്ക്കിടയ്ക്ക് അവരുടെ അടുത്തേക്ക് തിരിക്കുന്നത് കേട്ടോ. അപ്പത്തേക്ക് ഇടാനില്ല തേങ്ങ അവിടെ കഷ്ണം നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് കേട്ടോ മോളേച്ചി വന്നത്. മോളേച്ചി ബിജേട്ടന് നേരെ താഴെയുള്ള ആളാണ് കേട്ടോ. അപ്പോൾ മോളേച്ചി ഈ കാണിക്കുന്നത് ഈസി കുക്കിൻ്റെ നോട്ടീസാണ് കേട്ടോ. ഈസി കുക്കിൻ്റെ പ്രൊഡക്റ്റ് ഇല്ലേ നമ്മളെ കറണ്ട് അടുപ്പ്, അപ്പോൾ അതിനിപ്പോൾ ഓഫറുണ്ട്. ചേച്ചി ഇപ്പോൾ അതിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ചേച്ചി അത് കാണിച്ച് തരികയാണ് കേട്ടോ. ഈസി കുക്ക് ഇപ്പോൾ നമ്മൾ 500 രൂപയ്ക്ക് ഈസി കുക്ക് ബുക്ക് ചെയ്താൽ നമുക്കത് നമുക്ക് ഇനി ബാക്കി ബാലൻസ് എപ്പോൾ കിട്ടുന്നോ അപ്പോൾ നമുക്ക് വാങ്ങാം. അപ്പോൾ ആ ഒരു ഇപ്പോഴത്തെ ഓഫറിൽ നമുക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും അതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ചേച്ചി കാണിച്ചു തരാം കേട്ടോ. ചേച്ചി ഇപ്പോൾ കുറച്ചായിട്ട് അതിലാണ് വർക്ക് ചെയ്യുന്നത്.
അപ്പോൾ കുറേ ആളുകൾ ഇപ്പോൾ ആ പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാണ് കേട്ടോ ചേച്ചി. അപ്പോൾ ആവശ്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇതിൽ ഡീറ്റെയിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ അത് പിന്നെ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ചിക്കൻ കറി പോയി ഒന്ന് ഇളക്കി നോക്കുകയാണ് കേട്ടോ. ചിക്കൻ കറിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അരി അരച്ച് മാവ് കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി അപ്പം ചൂടാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അമ്മ അപ്പം ചൂടാൻ പോയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഇടയ്ക്ക് മഴയും ഇടയ്ക്ക് വെയിലുമാണ്. അപ്പോൾ ഇനി മഴ പെയ്യുന്നതിന് മുന്നേ മുറ്റം ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ശിവാനിക്കുട്ടി അകൊക്കെ അടിച്ചേരി വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മുറ്റത്തിലേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ നമുക്ക് നമ്മളെ വീടിൻ്റെ പോലെയല്ല, മുറ്റം അത്യാവശ്യം ഉണ്ട്. നമ്മൾ തറവാട്ടിൽ മുറ്റം ഒരുപാടുണ്ട് അടിച്ച് വാരാനും നന്നാക്കാനൊക്കെ കേട്ടോ. അപ്പോൾ ഈ കാണുന്നതൊക്കെ മുകൾ ഭാഗത്തൊക്കെ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. താഴെ കുറച്ച് കുന്നാണെന്നല്ലാത്ത ഒരു പ്രശ്നം ഇവിടെ താമസിക്കാനില്ല കേട്ടോ. ഒരു കുന്നിൻ്റെ ഏരിയയാണ്. അപ്പോൾ മഴയൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവിടെ നിൽക്കാൻ. അപ്പം വീടിന് പഴയ വീടായതുകൊണ്ട് വലിയ ഉറപ്പും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ മഴയാകുമ്പോൾ ബുദ്ധിമുട്ടാണ് നിൽക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ അടിച്ചേരി വന്നപ്പോഴേക്കും അമ്മ അപ്പം ചുട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അപ്പൊക്കെ അടിപൊളിയായിട്ട് പൊള്ളച്ച് വരുന്നുണ്ട്. അപ്പോൾ ചേച്ചീൻ്റെ വലിയ മോനാണ് നന്ദുവിനോട് നമുക്ക് രാത്രിക്കേക്കില്ലേ ഇല മുറിച്ച് കൊണ്ടുവരാൻ പറയാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ മുഖം പൊത്തി വീഡിയോയിൽ കാണണ്ടായിരുന്നു എന്നിട്ട് പോവുകയാണ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് എന്താ കേട്ടോ, കുട്ടികളെല്ലാവരും പുറത്തേക്ക് ഇറക്കിയിട്ട് ഞാൻ വേഗം അകം തുടച്ചിടുകയാണ് കേട്ടോ. അവർ എല്ലാവരും കൂടെ വന്നിട്ട് അകമൊക്കെ ആകെ ചളിയാക്കിയിട്ടിരുന്നു. ഇടയ്ക്ക് മുറ്റത്തേക്ക് ഇറങ്ങലും കയറലും ആയതുകൊണ്ട് ഞാനപ്പോൾ തുടച്ചിട്ടില്ല. അപ്പോൾ ഈ സന്ധ്യ ആവണേന് മുന്നേ ഒക്കെ തുടച്ചിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ തുടയ്ക്കലൊക്കെ കഴിഞ്ഞ് മേലെടുക്കാൻ പോണ സമയത്താണ് അമ്മേൻ്റെ മുളകുമ്പോൾ ഒരുപാട് മുളക് നിൽക്കുന്നത് കണ്ട് കുറേ പഴുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു അതൊക്കെ പറിച്ചിടാന്ന് പറഞ്ഞപ്പോൾ ഒക്കെ പറിച്ച് വെക്കുകയാണ് കേട്ടോ. അവിടെ മാത്രമല്ല മുൻഭാഗത്തും കുറേ മുളക് മരം ഉണ്ട് കേട്ടോ. അതുമത്തൊക്കെ ഞാൻ മുന്നേ പറിച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് വീഡിയോ എടുത്തിട്ടില്ലേന്നില്ല. അപ്പോൾ പിന്നെയാണ് ആ വീഡിയോ എടുത്തത് കേട്ടോ. അങ്ങനെ ഇത് എന്താ വെച്ചാൽ ശിവാനിക്കുട്ടീൻ്റെ കൂടെ എല്ലാവരും കളിക്കുന്നത്. അവർക്കിപ്പോൾ ഇന്ന് കളിക്കാനായിട്ട് കിട്ടിയൊരു ദിവസമാണ് കേട്ടോ. കുട്ടികൾ എല്ലാവരും കൂടിയപ്പോൾ ഭയങ്കര സന്തോഷത്തിലുള്ള കളിയാണ് കേട്ടോ. അപ്പോഴേക്കും അച്ചുമോളും വന്നിട്ടുണ്ടായിരുന്നു. അച്ചുമോൾക്കൊന്ന് SPCൻ്റെ ക്ലാസ്സും അതേ NMMSൻ്റെ ക്ലാസ്സൊക്കെ ഉണ്ടായതുകൊണ്ട് 3:30 വരെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ അച്ചുമോൾ വീട്ടിലേക്ക് വന്നത്. എല്ലാവരും കൂടെ ഒന്ന് കൂടിയപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷവും ഒരു റിലാക്സേഷനൊക്കെ കിട്ടിയൊരു ദിവസം തന്നെയാണ് കേട്ടോ ഇന്ന്. അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ പിന്നെ നമ്മുടെ വീടൊന്ന് കാണിച്ചു തരാം കേട്ടോ. തറവാട് ജസ്റ്റ് ഒന്ന്. ഇപ്പോൾ ഞങ്ങൾ വന്ന സമയത്തൊക്കെ നല്ല വീട് തന്നെയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരുപാട് വർഷം കഴിഞ്ഞപ്പോൾ ഒരുപാട് കേടുപാടുകളൊക്കെ വീടിന് വന്നിട്ടുണ്ട്. ഇതായിരുന്നു ഞങ്ങളുടെ റൂം കേട്ടോ. ഇതിപ്പോൾ അനിയൻ കിടക്കുന്ന റൂമാണ്. ഈ റൂമിനൊക്കെ ചെറുതല്ല, അത്യാവശ്യം വലിയ വിള്ളലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മഴ ഉള്ള സമയത്തൊക്കെ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ മഴ ഉള്ള സമയത്ത് അമ്മയും അനിയനും കൂടെ ഞങ്ങളുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ ഇളയച്ചൻ്റെ വീട്ടിലേക്കൊക്കെ വരാറാണ് പതിവ് കേട്ടോ. ഇനി പുതിയ വീട് ഉണ്ടാക്കണം. അപ്പോൾ പുതിയ വീട് ഞാൻ വരുന്ന വഴി കാണിച്ചു തന്നില്ല. അതാണ് കേട്ടോ പുതിയ വീട് ഉണ്ടാക്കാനുള്ള സ്ഥലം. അവിടെ തറയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ. ഇതാണ് കേട്ടോ അടുക്കള. പുറത്താണ് അടുക്കള അല്ല കേട്ടോ. അപ്പോഴേക്ക് അമ്മ എന്ത് ചെയ്തു, മേലൊക്കെ കഴുകി വന്ന് നാമം ജപിക്കാൻ വേണ്ടിയിട്ട് വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കുട്ടികളെല്ലാവരെയും വിളിച്ചിരുത്തി എല്ലാവരും ഒന്നിച്ച് നാമം ജപിക്കുകയാണ് കേട്ടോ. ഇത് പൊതുവേ ഇപ്പോൾ വീടുകളിലൊക്കെ കുറഞ്ഞു വരുന്ന ഒരു സംഭവമാണ് നാമജപമൊക്കെ. അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ എല്ലാവരും ഒന്നിച്ചിരുന്ന് നാമം ജപിക്കട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഇളയച്ചനൊക്കെ വന്നായിരുന്നു. അപ്പോൾ ഇളയച്ചന് വന്നപ്പോൾ കുറച്ച് പഴംപൊരിയും അതുപോലെ കട്ട്ലേറ്റും അങ്ങനെ കുറച്ച് സ്നാക്സ് കൊണ്ടുവന്നു. അപ്പോൾ അതൊക്കെ ഇരുന്ന് കഴിക്കും. അതിൻ്റെ കൂടെ ഒരുപാട് സംസാരങ്ങളുമായിട്ടാണ് കേട്ടോ ഇന്ന് രാത്രി നിൽക്കുന്നത്. അപ്പോൾ അനിയനെ കാത്തിക്കാണ്. ചെറിയ അനിയനെ വന്നിട്ടില്ല. അപ്പോൾ ചെറിയ അനിയനെ കാത്തിരിക്കുകയാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കുറച്ച് സമയം എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ചിരിക്കുകയാണ് ഈ കാണുന്നത് കേട്ടോ. ഒരുപാട് പഴയ കാര്യങ്ങളും സംസാരിച്ച് പഴയ ഓർമ്മകളായി വറക്കാന്നറിയില്ല, അതേപോലെ സംസാരിച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. കുട്ടികൾ ഒരു ഭാഗത്ത് അവരെ കളിയും ചിരിയായിട്ട് അങ്ങനെ നടക്കുന്നു. ഞങ്ങൾ വലിയവർ ഒരു ഭാഗത്ത് അവരെ സംസാരമായിട്ട് അങ്ങനെ നടക്കുന്നു. അങ്ങനെ ഒരു സന്തോഷമുള്ള ദിവസം തന്നെയായിരുന്നു കേട്ടോ ഇന്ന്. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ. ആദ്യക്കൂട്ടൻ രാവിലെ മുതൽ ഭയങ്കര ചുമയായിരുന്നു. അപ്പോൾ ആവി പിടിപ്പിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നേരെ പോയത് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്ക് 11 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ സന്തോഷമുള്ള ദിവസമാണ്. അപ്പോൾ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്.